டிடி ஸ்டட் என்று சொல்லுகிற ஒரு தேவனுடைய தாசனை குறித்து வாசித்து, സ്റ്റീഡി സ്റ്റഡ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ ദൈവ മനുഷ്യന്റെ ജീവചരിത്രം ഒരിക്കൽ വായിക്കുവാൻ കഴിഞ്ഞു. அவர் முழங்கால் படியிட்டு இரவு நேரத்தில் உத்து இந்த வேத പുസ്തകത്തെ വാസിച്ചുകൊണ്ട് കൊണ്ടിരുന്നാர். അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം വായിച്ചപ്പോൾ ആമേ വളരെ ഘനമേറിയ ഒരു സംഗതി കാണാൻ കഴിഞ്ഞു. അദ്ദേഹം ഈ വിശുദ്ധ ബൈബിൾ രാത്രി സമയങ്ങളിൽ ദൈവസന്നിധി നെടുമുഴങ്കാലെ നിന്നിട്ട് ആമേ സ്തോത്രം ആമേ ചെറിയൊരു വെട്ടത്തിന്റെ കീഴിൽ ഈ വചനം നോക്കി വായിക്കുവാൻ തുടങ്ങി. അവരുടെ ഉദവിയാളർ വേഗമായി ഓടി വന്ന് ആമേൻ അദ്ദേഹത്തിന്റെ സഹായി അദ്ദേഹത്തിന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, இந்த இரவு நேரத்துல ஏயா வாசிக்கிறீங்க? ദൈവവൃത്യനെ അങ്ങ് ശുശ്രൂഷയിൽ വളരെ ക്ഷീണിതനാണ്. അതുകൊണ്ട് ആമേ ശുശ്രൂഷ ചെയ്തത് നിമിത്തം ഒരുപാട് ക്ഷീണിച്ചിരിക്കുക. ഇന്ന് രാത്രി വിശ്രമിക്കുക. എന്തിനാ ഈ രാത്രി മെനക്കെട്ട് ഈ വചനം വായിക്കുന്നത്? കാലയിലെ വാസിക്കലാമല്ലവാ, ഇത് രാവിലെ വായിക്കാമല്ലോ ദൈവദാസനെ. അവർ சொன்னாரு. എന്നാൽ ആ ദൈവ മനുഷ്യൻ പറഞ്ഞു, என் வாழ்க்கையில ஏதாவது கடைபிடிக்காத காரியங்கள் இருக்கிறதா என்று பார்த்து என் வாழ்க்கையை சரி பண்ணி கொண்டிருக்கிறேன் இந்த கண்ணாடிக்கு முன்பாக என்று சொன்னார். സഹായിയോട് ആമേൻ ആ ദൈവ മനുഷ്യൻ പറഞ്ഞു വളരെ സാധുവായിട്ട്, ആമേൻ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ വചനം ഇങ്ങനെ ആമേൻ സ്തോത്രം ഈ ചെറിയ വെട്ടത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ക്രമപ്പെടുത്തപ്പെടേണ്ടുന്ന ഭാഗങ്ങൾ ഇനി എവിടെയെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഒന്ന് സ്വയപരിശോധന ചെയ്യാൻ ഈ വിശുദ്ധ ബൈബിൾ ഒന്ന് ആമേൻ തെളിവായി വായിച്ചുകൊണ്ടിരിക്കുക, ധ്യാനിച്ചുകൊണ്ടിരിക്കുക. இன்றைக்கு நான் மரித்தாலும் ஆண்டவருடைய ராஜ்யத்துக்கு போக வேண்டும் என்று சொன்னார். ഇന്ന് രാത്രി ഞാൻ കിടക്കയിലേക്ക് പോകുമ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം വിട്ട് കർത്തൃസന്നിധിയിലേക്ക് പോയാൽ കാലയിലെ ഉദവിയാളർ വന്ന് പാർക്കും പൊഴുത് ആമേ സംഭവിച്ചത് എന്താണെന്നറിയാമോ? പ്രഭാത സമയത്ത് തൻ്റെ സഹപാഠി തൻ്റെ മുറിയിലേക്ക് ഓടി വന്ന് തന്നെ ആമേ ശ്രദ്ധിച്ചപ്പോൾ அப்படியே മുഴങ്കാൽ പടിയിട്ട് ആ ദൈവവൃത്യൻ മുഴങ്കാലെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. മരിത്തുപോയിരുന്ന അദ്ദേഹത്തിൻ്റെ കൈകളിൽ താൻ വായിച്ച വേദപുസ്തകം അങ്ങനെ തന്നെ ആമേ കൈകളിലുണ്ട്. പക്ഷേ അദ്ദേഹം വേദപുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ താൻ കർത്താവിൽ ചേർക്കപ്പെട്ടു. എസേക്കിയേൽ 33:31 சொல்லுகிறது. എഹെസ്കേൽ പ്രവാചക പുസ്തകം 33:31 ഇങ്ങനെ പറയുന്നു, എൻ ജനങ്ങൾ പോല ഉക്കാർന്ന് ഉൻ വാർത്തകളെ കേൾപ്പാர்கள். ഓ എന്റെ ജനം എപ്പോഴും ഇരുന്ന് നിന്റെ വചനങ്ങളെ നിശ്ചയമായി കേൾക്കും. ஆனால் அவர்கள் அதை செய்ய மாட்டார்கள். എന്നാൽ അവരിൽ കാണാൻ കഴിയുന്നത് കേൾക്കുന്നത് പോലെയൊന്നും അവർ ചെയ്യാറേയില്ല. ഇன்றைக்கு വിശ്വാസികളുടെ നിലമ என்ன? ഇന്നത്തെ വിശ്വാസികളുടെ സ്ഥിതിവിശേഷം എന്താണ്? മാർക്ക് പോട്ടുകൊണ്ടിരിക്കുകയാர்கள் വചനത്തിற்கு ஊழியக்காரர்களுக்கு. ദൈവവൃത്യന്മാർ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന് മെസ്സേജിന് മാർക്ക് ഇടുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പ്രസംഗം பண்ணது പരവായില്ല. ഓ ആ ദൈവദാസന്റെ മെസ്സേജ് കുഴപ്പമില്ല, ഇവർ നല്ലവേ ഇല്ല എന്ന് ഈ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ അത്ര പോരാ. അതற்காக കർത്തർ നമ്മെ കൊണ്ടുവന്ന് ഉட்கார வைக்கவில்லை. എൻ്റെ പ്രിയ ദൈവജനമേ, അതിനു വേണ്ടിയല്ല ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. എൻ ജനങ്ങൾ പോലെ ഉட்காருவார்கள். ഓ എൻ്റെ ജനം വചനം കേൾക്കാൻ വേണ്ടി എപ്പോഴും നിന്റെ മുൻപിൽ വന്നിരിക്കും. വചനത്തെ കേൾപ്പാர்கள், വചനം കേൾക്കും, வாழ்க்கையை மாற்றிக்கொள்ள மாட்டார்கள். എന്നാൽ ജീവിതം ഒരിക്കലും വചനമനുസരിച്ച് ക്രമപ്പെടുത്തുകയില്ല. ഒരുവേളை എൻ സഹോദര സഹോദരികളെ, ഒരു പക്ഷെയെങ്കിൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ പാർക്കാതെ പ്രസംഗിയാരാ? ഓ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടേറെ പ്രസംഗകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ കാണാത്ത പ്രസംഗകനാണോ? എത്ര പെരിയ പെരിയ പ്രസംഗികളെ ഞാൻ പാർത്തു. എത്ര ടോപ്പ് ലെവലുള്ള സ്പീക്കർമാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട് ഞാൻ. எத்தனை பிரசங்கியார்களை பார்த்தாலும் உங்கள் வாழ்க்கை மாறி இருக்கிறதா என்பதுதான் கேள்வி. ഇന്ന് രാത്രി ആമേ ഞാനൊരു ചോദ്യം നിങ്ങളെ നോക്കി ചോദിക്കുന്നു. നിങ്ങൾ ഒട്ടേറെ ശ്രേഷ്ഠന്മാരാൽ വചനം പല പ്രാവശ്യം കേട്ടവരായിരിക്കാം. എന്നാൽ ഇന്നുവരെ നിങ്ങൾ കേട്ട വചനം അനുസരിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ക്രമപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? 74ാമത് இந்த കൺവെൻഷൻ കൂട്ടത്തിലെ, ഓ 74ാമത്തെ ഈ കൺവെൻഷൻ കൂട്ടായ്മയിൽ വന്നത് വലിയ കാര്യമല്ല. നിങ്ങൾ ഇവിടെ വന്നത് വലിയ വിഷയമല്ല.
என்ன மாற்றம் அடைந்திருக்கிறீர்கள்? ഇന്ന് രാത്രി വചനത്തിന്റെ അകത്തു നിന്നുകൊണ്ട് എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ നിങ്ങൾ കർത്താവിൽ പ്രാപിച്ചിരിക്കുന്നത്? உங்கள் வாழ்க்கையை தேவனுக்கு எந்த அளவு நீங்கள் அர்ப்பணித்திருக்கிறீர்கள்? നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളമാണ് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്?